KVS ഹരിദാസ് ഇന്നിപ്പോ പ്രധാനമന്ത്രി ഞാൻ വരാം. പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് BJP-യെ പിന്തുണയ്ക്കാൻ, മോദിയെ പിന്തുണയ്ക്കാൻ, മോദിക്ക് വേണ്ടി കൈപൊക്കാൻ MP-മാരെ അയക്കുന്ന കാര്യം പറഞ്ഞു. ഇതിപ്പോ 7ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഒന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരിടത്തും 2ാം സ്ഥാനം പോലും BJP-ക്ക് കിട്ടില്ല എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ BJP-ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ്. അതുപോലെ സംഭവിച്ചു. കേരളത്തിൽ പ്രധാനമന്ത്രി ഇത്ര എക്സ്റ്റെൻസീവായിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടും BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. എങ്കിൽ അത് രാഷ്ട്രീയമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ലേ? ഇത്രയധികം പ്രധാനമന്ത്രിയെ PM-നെ എക്സ്പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി വലിയൊരു ചലഞ്ചായി വരുന്ന കാലത്ത് അടയാളപ്പെടുത്തപ്പെടില്ലേ? അല്ല അഭിലാഷ്, കേരളത്തിലെ സമ്മതിദായകരുടെ മനസ്സളക്കുന്നത് പിണറായി വിജയനിൽ കൂടിയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൂടിയാണോ? അതോ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെയാണോ? അല്ല, ഞാൻ ഒരു പോസിബിൾ സെനാരിയോ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അഭിലാഷെ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അഭിലാഷെ. ഈ മാസം 26-ാം തീയതി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമല്ലോ. അടുത്ത ജൂണിലെ ആദ്യം വോട്ട് എണ്ണുമല്ലോ. കാത്തിരിക്കാം. കേരളത്തിൽ നിന്ന് BJP-ക്ക് ഇത്തവണ പ്രതിനിധികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഇത്തവണ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് എത്ര പേര് എന്നത് അറിയാൻ വോട്ടെണ്ണണ ദിവസം വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് CPM-ഉം BJP-യും തമ്മിൽ ധാരണയെന്നാണ്. ഈ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഈ പൊതുമണ്ഡലത്തിൽ തന്നെയല്ലേ, ഈ പൊതുസമൂഹത്തിൽ തന്നെയല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് ആരോടാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇനി കേരളം വിട്ടാൽ അവർ ഒന്നിച്ചല്ലേ? തമിഴ്നാട്ടിൽ ചെന്ന് നോക്കൂ, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പടം വച്ചിട്ടാണ് സമ്പത്തിൻ്റെ സുഹൃത്തുക്കൾ വോട്ട് പിടിക്കുന്നത്. ചുമന്ന മാല ഇട്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരെ കാണാം അവിടെ. ഇത്രയ്ക്ക് നാണം കെട്ട രാഷ്ട്രീയം കളിക്കുന്നവർ കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെ കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അത് തുറന്നു കാട്ടപ്പെടണ്ടേ? ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എതിർക്കാനുള്ള എന്ത് ധാർമ്മികതയുള്ളേ? അഴിമതിക്കാർക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളത്? അത് തന്നെയല്ലേ CPM-ഉം ചെയ്യുന്നത്? ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളേ? ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? കേരളത്തിന് പുറത്ത് ബംഗാളിലും ത്രിപുരയിലും ബാക്കി എല്ലായിടത്തും കൈകോർത്ത് നീങ്ങുന്ന രണ്ട് രാഷ്ട്രീയക്കാർ കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഇവിടുന്ന് CPM-ന്റെ MP പോയാൽ കൈപോക്കാൻ ആർക്ക് വേണ്ടിയാണ് കൈപോക്കാൻ പോകുന്നത്? ആരുടെ പിന്നിലാണ് അവിടെ ചെന്നാൽ ഇരിക്കാൻ പോകുന്നത്? പ്രതിപക്ഷ നിരയിലായിരിക്കും ഇരിക്കുക. പക്ഷേ അവിടെയും ആരുടെ പിന്നിലാണ് പോയിട്ട് ഇരിക്കാൻ പോകുന്നത്? പണ്ട് സമ്പത്തൊക്കെ പോയി ഇരുന്നിട്ടുണ്ടല്ലോ, അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ തട്ടിപ്പുകൾ അത് കേരളം ഇത്തവണ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ട്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകുമ്പോൾ കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഉയർന്ന വിശ്വാസമുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ.